മിനിസ്റ്റർ ആവുമെന്ന് നേരത്തെ അറിയാമായിരുന്നില്ലേ? ഇല്ല ഞാനിപ്പോ ആവണ്ടെന്നൊക്കെ പറഞ്ഞ അന്ന്. കല്യാണം കഴിച്ച് അഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഹണിമൂൺ തീരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ മടങ്ങി വരേണ്ടി വന്നു കേട്ടിട്ടുണ്ട്. 26-ാമത്തെ വയസ്സിൽ MLA യും 28-ാമത്തെ വയസ്സ് മന്ത്രിയൊക്കെ ആകുമ്പോൾ നമ്മുടെയൊക്കെ ആ കാലഘട്ടത്തിൽ ഗ്ലാമർ എന്തായിരുന്നു? അഭിനയമോഹം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ അത് നാട്ടിലുള്ള സമയത്ത് ഈ ക്ലബ്ബുകളിലൊക്കെ നാടകത്തിനൊക്കെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ നമ്മൾ തിരയാൻ ശ്രമിക്കുന്നുണ്ട്. ഈ പേര് മനസ്സിലുണ്ടോ? എനിക്ക് പൊളിറ്റിക്സ് ഒന്നും അറിയില്ല. ദേഷ്യം കാണിക്കാത്ത ഒരാളാണ്. വല്ല വഴക്കൂടാറില്ല. ഞാൻ എന്നോട് ഒന്നും ചെയ്യാറില്ല. സാറിന്റെ മൂക്ക് കാണുമ്പോൾ തന്നെ ഉമ്മൻചാണ്ടി സാറിന്റെ മൂക്ക് വളഞ്ഞ് ഒരു ഇത് കാണിക്കും. സാറിന്റെ മൂക്കിനും ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. എന്റെ ഒരു കാർട്ടൂണിലും കൂടെ ചേർത്തൊരു പുസ്തകമാണ്. കാർട്ടൂണൊക്കെ കാണുമ്പോൾ എന്താ തോന്നുന്നത്? എനിക്കിഷ്ടമാണ്. ഞാനെല്ലാം വെട്ടി ബുക്കിൽ ഒട്ടിച്ചു. അത് അടിപൊളി. എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ടും ED ഇടപെടുന്നതായിട്ട് തോന്നുന്നത്. ഗുജറാത്ത് കലാപമാണ് അതിനകത്ത് ചിത്രീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അത് സെൻസർ ചെയ്യണം. വാസ്തവത്തിൽ അത് വലിയ കട്ട് ചെയ്യേണ്ടതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഗുജറാത്ത് കലാപമൊക്കെ നടന്നതാണ്, ഗോദ്ര കലാപം നടന്നതാണ്. സിനിമയിൽ ഇതൊക്കെ വെട്ടിമാറ്റി അതിന്റെ പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചത് ഒരിക്കലും ശരിയല്ല. ED CBI തുടങ്ങിയിട്ടുള്ള സ്ഥാപനങ്ങളെ ദുരുപയോഗപ്പെടുത്തുന്നത് ശരിയല്ല. കോൺഗ്രസ് എപ്പോഴും, പ്രത്യേകിച്ച് കേരളത്തിലെ കോൺഗ്രസ് സെൻട്രൽ ടു ദ ലെഫ്റ്റ് ആണ് എപ്പോഴും. ഇന്ത്യയിലെ കോൺഗ്രസും അത് തന്നെയാണ്, അല്ലെന്ന് ഞാൻ പറയുന്നില്ല. കാരണം നെഹ്റുവിന്റെ നേതൃത്വം ആണ് ഇന്ത്യയിൽ ജനാധിപത്യ മതേതരത്തിന് അടിത്തറയിട്ടത്. നെഹ്റു വലിയൊരു സോഷ്യലിസ്റ്റ് ആയിരുന്നു. ഈവൻ മുസോളിനി കാണണമെന്ന് ആവശ്യപ്പെട്ടിട്ട് പോലും കാണാൻ കൂട്ടാക്കാത്ത വ്യക്തിയാണ്. സ്വന്തം ഗവൺമെന്റിനെതിരായി വേറൊരു പേരിൽ വിമർശനപരമായ ലേഖനങ്ങൾ എഴുതിക്കൊണ്ടിരുന്ന ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് നെഹ്റു. തനിക്കെതിരെ കാർട്ടൂൺ വരയ്ക്കുന്നവരെ വീട്ടിൽ വിളിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കും. ഇന്ന് കാർട്ടൂൺ വരയ്ക്കുന്നവരെ ജയിലിലിടുന്ന കാലമാണ്. അദ്ദേഹം കാട്ടിയ വഴികളിലൂടെ പോയതുകൊണ്ടാണ് ഇന്ത്യയിൽ ഇപ്പോഴും ജനാധിപത്യവും മതേതരത്വവും പാർലമെന്ററി സംവിധാനവും നിലനിൽക്കുന്നത്. നമ്മൾ പാകിസ്ഥാന്റെ അവസ്ഥ കണ്ടില്ലേ? അപ്പൊ ഇന്ത്യ അങ്ങനെ അല്ലാതായി മാറിയത് ദീർഘകാലം രാജ്യം ഭരിച്ച കോൺഗ്രസിന്റെ ഒരു നേട്ടമാണ്. അതിനിപ്പോൾ ആരും അംഗീകരിക്കുന്നുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല, പക്ഷെ അതാണ് എൻ്റെ സത്യം. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633888575. രമേശ് ചെന്നിത്തല സാറിന്റെ വീട്ടിലാണുള്ളത്. സാറുണ്ട്, വനിതാ മാം ഉണ്ട്, രോഹൻ ഉണ്ട്. രോഹൻ ഹായ് പറയൂ. അതിനകത്ത് മെഷീൻ ഗണ്ണൊക്കെ ഉണ്ടോ? വണ്ടിയിൽ വെടിയൊക്കെ ഉണ്ട്. പൈലറ്റ് ഉണ്ടോ? ഈ രോഹൻ ശരിക്കും ആരുടെ മകനാണ്? മൂത്ത ആളുടെ മോനാണ്. ഇന്നലെ ഇപ്പോ സാറ് സമരമുഖത്തായിരുന്നു, അറസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. ഇന്നിപ്പോ സമാധാനമായിട്ട് വീട്ടിലുണ്ടോ? രാത്രി അവിടെ നിന്ന് പോന്നതാണ്. 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവര് ഞങ്ങളെ വിട്ടു. അത് കഴിഞ്ഞ് രാത്രി തിരിച്ചു വന്നു. ഇതൊരു പുതുമയുള്ള കാര്യമല്ല, പക്ഷെ ഇന്നലെ ജസ്റ്റ് ഈ അറസ്റ്റ് ചെയ്തൊന്ന് കേൾക്കുമ്പോ ജസ്റ്റ് ഒന്ന് പേടിക്കും. കേൾക്കുമ്പോ വിഷമായിരുന്നു. ഇവിടെ അടുത്തില്ലല്ലോ, ബോംബെയിലൊക്കെ ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ പോയി സമരം ചെയ്യുന്നതിന്റെ ഒരു ഇതുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഹിന്ദി ഭാഷ പഠിച്ചത് മെച്ചമായിട്ടുണ്ട്. ഒരുപക്ഷെ നാഷണൽ ലെവലിൽ സ്റ്റുഡൻസ് യൂണിയനിലൊക്കെ പ്രവർത്തിക്കാൻ കഴിഞ്ഞത് ഹിന്ദി അറിയാവുന്നത് കൊണ്ട് കൂടിയാണ്. ഇന്നലെ വാർത്താസമ്മേളനം കേൾക്കുമ്പോഴും എനിക്കൊരു സന്തോഷം തോന്നിയത്, നമ്മുടെ ആൾക്കാർക്കൊക്കെ അവിടെ പോയിട്ട് ഉത്തരേന്ത്യയിൽ ഇല്ലെങ്കിൽ നാഷണൽ ലെവലിൽ പോയിട്ട് സംസാരിക്കാൻ കഴിയുന്നത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നില്ലേ? അത് കുറച്ച് മെച്ചമായിട്ടില്ലേ? തീർച്ചയായിട്ടും. അന്നും പഠിച്ച കാലത്ത് ഒന്നും അറിയില്ലല്ലോ. നമ്മൾ 5ാം ക്ലാസ്സിൽ പഠിക്കാൻ പോയപ്പോഴാണ് പിന്നെ അതിനോടൊപ്പം ഹിന്ദിയോടെ പഠിച്ചത്. സ്കൂളിന് തൊട്ടപ്പുറത്തോട്ട് ജയശ്രീ ഹിന്ദി വിദ്യാലയമുണ്ട്, പാലംപിള്ള സാറിൻ്റെ. അപ്പോൾ അവിടെ അച്ഛൻ പറഞ്ഞു വിട്ടതാണ്. അങ്ങനെ പഠിച്ച് ഞാൻ പ്രാഥമിക്, മദ്യം, രാഷ്ട്രപ്രവേശിക, വിശാരദ. 10ാം ക്ലാസ് പാസ്സായപ്പോൾ തന്നെ വിശാരദ പാസ്സായി. പക്ഷെ പിന്നീട് അത് ഗുണമൊന്നും ഉണ്ടായില്ല. പിന്നെ അങ്ങനെ പോയി. പിന്നെ നാഷണൽ ലെവലിൽ പ്രവർത്തിക്കാൻ അവസരം കിട്ടിയപ്പോഴാണ് ഹിന്ദി നന്നായിട്ട് പ്രയോജനപ്പെട്ടത്. 70-ൽ ഈ ലൈഫ്, അങ്ങനെ പൊളിറ്റിക്കൽ ലൈഫ് തുടങ്ങുമ്പോഴും 82 ആയപ്പോൾ അത്തരം വലിയൊരു പൊസിഷനിലേക്ക് നാഷണൽ സ്റ്റുഡൻസ് യൂണിയന്റെ തലപ്പത്തെത്തുക എന്നൊക്കെ പറയുന്നത് ചെറിയ കാര്യമല്ല. അത് ആ ഒരു 10-12 വർഷം കൊണ്ട് അങ്ങനെ സംഭവിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഹൈപ്പല്ലേ? അതെ അതെ. അത് ഇതൊക്കെ കൂടെ ഒരു കാരണമായിട്ടുണ്ടാവും. ഹിന്ദിയിലുള്ള പാണ്ഡിത്യം ഒരു വലിയ ഘടകമാണ്. മാത്രമല്ല, ഇന്ദിരാഗാന്ധി ഞാൻ ഇംഗ്ലീഷ് പ്രസംഗിച്ചുകൊണ്ടിരിപ്പോൾ എന്നോട് പറഞ്ഞു ഹിന്ദി പ്രസംഗിക്കാൻ പറ്റും. എന്നിട്ട് അവർ ഇന്ദിരാഗാന്ധിയുടെ പ്രസംഗത്തിൽ ഇന്ദിരാഗാന്ധി എന്നെ അഭിനന്ദിക്കുന്നു. മുണ്ടെടുത്ത ചെറുപ്പക്കാരൻ തെക്കിൽ നിന്ന് വന്ന് ഹിന്ദി പ്രസംഗിക്കുന്നു. ഇതാണ് നാഷണൽ ഇന്റഗ്രേഷനൊക്കെ അന്ന് അവിടെ സഭാഷ് രമേശ് പോലെ മനോരമ ഭയങ്കര വാർത്തകൾ വന്നതാണ്. ഹിന്ദി പഠനം പിന്നീട് വളരെയേറെ വടക്കേ ഇന്ത്യയിൽ ലോക്സഭയിലും ഒക്കെ നമ്മൾ പ്രസംഗിക്കുമ്പോഴൊക്കെ വലിയ പ്രയോജനം ചെയ്തിട്ടുണ്ട്. എന്നോട് വാജ്പേയി എപ്പോഴും പറയുമായിരുന്നു, ജോർജ് ഫെർണാണ്ടസ് പറയുമ്പോൾ. ജോർജ് ഫെർണാണ്ടസ് നന്നായിട്ട് ഇംഗ്ലീഷ് അറിയാം, പക്ഷെ അദ്ദേഹം പ്രസംഗിക്കുന്നത് ഹിന്ദിയിലാണ്. അത് നമ്മളോടൊക്കെ എപ്പോഴും കാണുമ്പോൾ ഹിന്ദിയിലെ പ്രസംഗിക്കാവും. കാരണം ഹിന്ദി പ്രസംഗിച്ചാൽ ഇന്ത്യയിലെ ഭൂരിപക്ഷം ആളുകളുമായിട്ട് നമുക്ക് സംവദിക്കാൻ കഴിയും. അതാണ് അദ്ദേഹത്തിൻ്റെ
അഭിപ്രായം. എന്നോട് എപ്പോഴും പറയും ഇന്ത്യയിലെ പ്രസംഗിക്കണം. പാർലമെന്റ് നമ്മൾ ഹിന്ദി പ്രസംഗിച്ചു കഴിഞ്ഞാൽ ആളുകൾക്ക് അന്നേരം ഭയങ്കര അപ്രീസിയേഷൻ. പക്ഷേ 28-ാം വയസ്സിൽ മിനിസ്റ്റർ ആവുന്നത് കല്യാണം കഴിച്ചതിന്റെ ഭാഗ്യമായിട്ടാണ് മാം ഇടയ്ക്ക് പറഞ്ഞു കേട്ടത്. ഈ കല്യാണം കഴിച്ചതുകൊണ്ടാണ്. കല്യാണം കഴിച്ച് 5 ദിവസം കഴിഞ്ഞപ്പോൾ ശരിക്കും ഈ ഹണിമൂൺ തീരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ മടങ്ങി വരേണ്ടി വന്നു കേട്ടിട്ടുണ്ട്. അത് ശരിക്കും അന്ന് മിനിസ്റ്റർ ആവുമെന്ന് നേരത്തെ അറിയാമായിരുന്നില്ലേ? ഇല്ല ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. ഞാനിപ്പോ ആവണ്ടെന്നൊക്കെ പറഞ്ഞ അന്ന് എറൗണ്ട് ധാരണ ഉണ്ടായിരുന്നോ ആ സമയത്ത്? ഇല്ല അങ്ങനെ ധാരണയൊന്നുമില്ല. അത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങള് ഹിമാചൽ പ്രദേശിലായിരുന്നു അല്ലേ ഏട്ടാ വരാൻ പറയുന്നത്. അന്നേരം ഫോൺ വന്ന് വരാൻ പറഞ്ഞു. പക്ഷെ ഒരു യങ്ങായിട്ടുള്ളൊരു മിനിസ്റ്ററെ കിട്ടുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷമല്ലേ? 28-ാം വയസ്സിൽ അത് ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രി. ഇതുവരെ ആ റിക്കാർഡ് ആരും അതെ, അത് ഭയങ്കര ഒരു ഭേദിച്ചിട്ടില്ല. അതെ, രസമുള്ളൊരു പരിപാടിയാണ്. പക്ഷെ അതിനേക്കാളും രസമുള്ളൊരു കാര്യം ഞാൻ കേട്ടത് അഭിനയമോഹം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ അത് വേറൊരു സാധനമുണ്ടല്ലോ. അത് നാട്ടിലുള്ള സമയത്ത് ഈ ക്ലബ്ബുകളിലൊക്കെ നാടകത്തിനൊക്കെ അഭിനയിക്കുകയും ഒക്കെ പോവാൻ. ഞങ്ങളുടെ അവിടെ ക്ലബ്ബ് ഉണ്ടായിരുന്നു നാട്ടിൽ, ചെന്നിത്തല. അപ്പൊ ആ ക്ലബില് കലാപ്രശ്നി, വായനശാല, ഗ്രന്ഥശാല, ക്ലബ്ബ്, വിക്ടറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്. അപ്പൊ അവിടെ എല്ലാ തവണ ഞങ്ങൾ നാടകം അഭിനയിക്കുമായിരുന്നു. ഞങ്ങളങ്ങനെ ഓരോരുത്തർ നാടകം പെൺവേഷം കെട്ടുക, ആൺവേഷം കെട്ടുക. അപ്പൊ അങ്ങനെ ചുമ്മാ അത് ഞാനയിൽ നമ്മളൊരു ഇതയച്ചു, അഭിനയിക്കാൻ താല്പര്യമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ട് അത് അവസാനിച്ചു. പക്ഷെ ബെസ്റ്റ് ആക്ടർ കിട്ടിയിട്ടുണ്ട്. രമിത്ത് സംസാരിക്കുന്ന സമയത്ത് ഒരു ഇന്റർവ്യൂ പറയുന്നുണ്ട്, രോഹിത്തിനും രമിത്തിനും അച്ഛനും കിട്ടിയിട്ടുണ്ട് ബെസ്റ്റ് ആക്ടർ അവാർഡ്. അവർ ഡൽഹിയിലാണ് പഠിച്ചത്. ഞാൻ MP ആയതുകൊണ്ട് അവിടെയാണ് പഠിച്ചത്. അപ്പൊ അവിടെ സ്കൂളുകളിലൊക്കെ അവർ നാടകത്തിനൊക്കെ അഭിനയിക്കുമായിരുന്നു. അപ്പൊ 3 പേര് അഭിനേതാക്കളാണ്. ഡാൻസ് ചെയ്യുമായിരുന്നു? ഇല്ല. മരുമക്കളിൽ ഒരാള് ഡാൻസ് ചെയ്യും. രണ്ടുപേരും ചെയ്യും. ഈ കുടുംബമായിട്ട് ഭയങ്കര രസമായിട്ട് പോകുമ്പോഴും സത്യത്തിൽ ടൈം എന്ന് പറയുന്ന സാധനം കിട്ടില്ല. അപ്പൊ കലഹം ഉണ്ടാവും, എന്തായാലും ഒരു ചെറിയ വഴക്കുകളൊക്കെ ഉണ്ടാവും. അത് എങ്ങനെയാ ചിരിച്ചുകൊണ്ട് മാനേജ് ചെയ്യുന്നത്? അല്ലാതെ സ്വാഭാവികമായിട്ടും നമ്മുടെ ഉത്തരവാദിത്വം വളരെ വലുതായതുകൊണ്ട് പലപ്പോഴും അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് സമയം കൊടുക്കാൻ കഴിയുന്നില്ല. എന്നാലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ചില സന്ദർഭങ്ങളൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. ഈ കിട്ടുന്നില്ല എന്ന് പറയുന്നത് കൊണ്ടാണോ ശരിക്കും കുഴപ്പമില്ല എന്ന് വിചാരിക്കണേ? സമയം കിട്ടുന്നില്ല എന്ന് മനസ്സിലാക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു നമ്മുടെ കൺസേൺ. വഴക്കൂടാറില്ല, ഞാൻ എന്നോട് ഒന്നും ചെയ്യാറില്ല. അപ്പൊ എങ്ങനെയാ മാനേജ് ചെയ്യുന്നത് അപ്പൊ വഴക്കൂടുമ്പോ? ഇപ്പൊ പിന്നെ കൊച്ചുമോനുള്ളതുകൊണ്ട് അതിന്റെ കൂടെ അങ്ങ് പൊക്കോ. ഇപ്പൊ പിന്നെ ഒന്നും പറയാറില്ല. അതല്ല, ഇപ്പൊ പിന്നെ കുറെ കൂടെ മനസ്സിലാക്കലുകളിലേക്ക് എത്തുമല്ലോ. പക്ഷെ ഏർലി സ്റ്റേജസിൽ അങ്ങനെ ആയിരിക്കില്ലല്ലോ. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ അധിക സമയം കിട്ടത്തില്ല, ഞാൻ തിരക്കുള്ള ആളാണെന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അതുകൊണ്ട് രാത്രിയാണല്ലോ പെണ്ണ് കാണാൻ വന്നതൊക്കെ. രാത്രി 9:30 കഴിഞ്ഞായിരുന്നു. എല്ലാരും കിടന്നു കഴിഞ്ഞു. അവിടെ നാട്ടിലാവുമ്പോ നേരത്തെ എല്ലാരും കിടക്കും, എല്ലാവരും ഉറങ്ങും. എന്നിട്ട് തട്ടി ഉണർത്തി പെണ്ണ് കണ്ടു. എന്നിട്ട് അന്ന് തന്നെ റിസൾട്ട് പറഞ്ഞോ, ഇഷ്ടായെന്ന് പറഞ്ഞോ? അന്നേരം പറഞ്ഞില്ലായിരുന്നു. എപ്പോഴത്തേക്കാ പിന്നെ തീരുമാനം എടുത്ത്? അന്ന് രാത്രിക്ക് ശേഷം? പിന്നെ അത് കഴിഞ്ഞ് കാർത്തികേയനൊക്കെ പോയി കണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് തീരുമാനിക്കുന്നത്. രാഷ്ട്രീയക്കാരുടെ ലൈഫ് സ്റ്റോറീസ് നമ്മൾ അറിയാത്ത ഒത്തിരി കാര്യങ്ങളുണ്ടാവും. ഉള്ളിൽ ഒരുപാട് തരത്തിലുള്ള കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടാണ് ഒരു സമരമുഖത്തേക്കോ ഒരു പരിപാടിക്കോ ഒക്കെ പോകുന്നത്. അപ്പോൾ ഈ തുടർച്ചയായിട്ട് ഇങ്ങനെ ഈ കുടുംബത്തെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു നല്ലൊരു ഫേസ് വേണം സത്യത്തിൽ. ഇപ്പോൾ സാറിന് ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ പുറത്തും വലുതായിട്ട് ആങ്കർ കാണിക്കാത്ത, ദേഷ്യം കാണിക്കാത്ത ഒരാളാണ്. അത് കുറച്ചൊരു വിദ്യാഭ്യാസം വേണ്ട പരിപാടിയാണ്. ഇത് വായനയിലൂടെയാണ് കിട്ടിയത്. എങ്ങനെയാണ് ആത്മസംയമനം കിട്ടിയത്? എൻ്റെ സ്വഭാവത്തിൽ തന്നെ അത് ആദ്യം മുതൽ ആരോടും അങ്ങനെ പിണങ്ങോ ദേഷ്യപ്പെടുകയൊന്നും ചെയ്യുന്ന സ്വഭാവമല്ല പൊതുവേ ഉള്ളു. തന്നെയല്ല, നമ്മുടെ മുമ്പിൽ വരുന്ന ആളുകൾ അവരവരുടേതായ പ്രശ്നങ്ങളുമായിട്ടല്ലേ വരുന്നത്, ഇല്ലേ? ഒരാൾ വരുമ്പം അയാളുടെ ജീവിതം, അയാളുടെ പ്രശ്നങ്ങൾ അയാൾ പറയുമ്പം നമ്മൾ അയാളോട് ചൂടായിട്ട് കാര്യമില്ല. നമ്മൾ അങ്ങനെ കാണണം. അയാളെ ആ വരുന്ന ആളിൻ്റെ ബുദ്ധിമുട്ട് എന്താണ്, അയാൾ എന്ത് പ്രയാസമാണ് അയാൾ അനുഭവിക്കുന്നത്, അതുകൊണ്ടാണല്ലോ നമ്മുടെയൊക്കെ വരുന്നത്. അപ്പം നമുക്ക് ചെയ്യാവുന്നത് ചെയ്തു കൊടുക്കുക. അതുകൊണ്ട് അയാളോട് നമ്മൾ ചൂടായിട്ട് എന്ത് കാര്യം? അയാൾ പ്രയാസപ്പെട്ട് ദുഃഖം വേദനയൊക്കെ അനുഭവിച്ച് പ്രയാസപ്പെട്ടാണ് നമ്മുടെ എന്തെങ്കിലും ഒരു സഹായത്തിന് വരുന്നത്. നമ്മൾ ചെയ്യാവുന്ന സഹായം ചെയ്തു കൊടുക്കുക, ആശ്വസിപ്പിക്കുക. അതാണ് എൻ്റെ നിലപാട്. ഈ പൊതുവിൽ തന്നെ ചീഫ് മിനിസ്റ്ററെ കുറിച്ചുള്ള ഒരു പരാതി എന്ന് പറയുന്നത്, ടെലിവിഷനിലൊക്കെ വരുമ്പോൾ ഒരു ആങ്കർ കാണിക്കുന്ന ഒരു മനുഷ്യൻ ഇല്ലെങ്കിൽ അത്തരത്തിൽ ഒരു ആളായിട്ട് പലപ്പോഴും ആൾക്കാരുടെ ഇടയിൽ ഒരു ധാരണയുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കും കുറച്ചൊന്ന് ചിരിച്ച് ഇത് ഡീൽ ചെയ്ത് കഴിഞ്ഞാൽ ഇനി പ്രശ്നം പരിഹരിക്കാമല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ ഈ ചിരിച്ച് ഡീൽ ചെയ്യാന്ന് പറയുന്നത് എപ്പോഴും നടക്കാത്തതാണ്. പക്ഷെ ദേഷ്യമൊക്കെ വരുമല്ലോ, പല കാര്യങ്ങളിലും അങ്ങനെ പ്രതികരിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ വരും. അപ്പം എന്താണ് ആത്മനിയന്ത്രണം? അല്ല, ഞാൻ കഴിയാവുന്നത്ര ആരോടും അങ്ങനെ ദേഷ്യപ്പെടാറില്ല. ഞാൻ ഈ പറഞ്ഞ കാര്യമാണ് എൻ്റെ മനസ്സിൽ എപ്പോഴും ഉള്ളത്. നമ്മുടെ ഒരാൾ വരുമ്പോൾ അയാളുടേതായ പ്രയാസങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ വരുന്നത്. നമ്മളെ കണ്ടാൽ
എന്തെങ്കിലും ഒരു ആശ്വാസം കിട്ടുമെന്ന് വിചാരിച്ചല്ലേ വരുന്നത്. ചിലപ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുമെന്ന് വരില്ല. എന്നാലും അയാൾക്കൊരു ആശ്വാസം കൊടുക്കാനും എനിക്ക് ഈ നോ പറയാൻ വലിയ വിഷമമുള്ള ഒരാളാണ് ഞാൻ. ആരോടും അങ്ങനെ അതെൻ്റെ ഒരു തെറ്റാകാം ഒരു പക്ഷേ. എന്നാലും പരമാവധി നമ്മളെ കൊണ്ട് സഹായിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. ഈ വീട്ടിലെ എല്ലാ സമയത്തും ഇങ്ങനെ തന്നെയാണോ? ഭയങ്കര പ്ലസന്റ് ആണോ? ഇടയ്ക്കൊക്കെ ദേഷ്യം വരും. ഇപ്പോഴൊന്നും അല്ല, ഇടയ്ക്കൊക്കെ ദേഷ്യം വരും. അപ്പൊ പിന്നെ നമ്മള് അത് മാനേജ് ചെയ്യോ? അതേ സ്വയം മാനേജ് ചെയ്യോ? ഞങ്ങൾ പിന്നെ അധികം ശല്യപ്പെടുത്താറില്ല. മക്കളാണേലും അവർക്ക് പിന്നെ ഒരു പരാതി സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പം സ്കൂളിൽ അച്ഛൻ ചെല്ലാറില്ല എന്നുള്ളത് മാത്രമാണ്. അപ്പൊ അതിപ്പോഴും അവര് പറയും അച്ഛൻ ഇതുവരെ വന്നിട്ടില്ല. അതിന്റെ പരാതി ഇപ്പോഴും തീർന്നിട്ടില്ല. അതെ അതെ. ഈ മക്കളെ രാഷ്ട്രീയത്തിലേക്ക് പോണ്ട എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഉള്ളിൽ അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അവര് പ്രൊഫഷണൽസ് അങ്ങനെയൊന്നുമില്ല. അവരവരുടേതായ നിലയിൽ പഠിച്ചു വളർന്ന് അവര് മുന്നോട്ട് പോവാണ്. രാഷ്ട്രീയത്തിൽ ഇപ്പം നമ്മൾ ആരെയും നിർബന്ധിച്ചു കൊണ്ടുവരേണ്ടതല്ല. അല്ല, അവർക്ക് സ്വയം തോന്നി വരികയാണെങ്കിൽ ഓക്കെ. അല്ലാണ്ട് നമ്മൾ നിർബന്ധിച്ച് അവരെ. അപ്പം അവര് ഒരാള് ഡോക്ടറാണ്, അയാളിപ്പോൾ MD കഴിഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം, അസിസ്റ്റന്റ് പ്രൊഫസറാണ്, മൂകാംബിക മെഡിക്കൽ കോളേജ്. അയാളെ ബുക്കാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതെ, പുള്ളി എഴുതുന്ന ഒരാളാണ്. ഇംഗ്ലീഷ് എഴുതുന്നേ ഉള്ളൂ, മലയാളം എഴുതാൻ അറിയില്ല, സംസാരിക്കും. ഡൽഹി പഠിച്ചോട്ട് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഞങ്ങൾ മലയാളം പഠിപ്പിക്കാനൊത്ത് ശ്രമിച്ചിട്ടെങ്കിലും അത് നടന്നില്ല. പിന്നെ ശ്രേഷ്ഠ ബുക്സ് എന്ന് പറയുന്ന ഒരു പബ്ലിഷിംഗ് കമ്പനിയുണ്ട്, അത് പുള്ളിയാണ് നടത്തുന്നത്. ഇല്ല ലാഭമൊന്നുമില്ല, കയ്യിൽ നിന്ന് കാശ് പോകുന്നേ ഉള്ളൂ. ഇളയ ആളാണെങ്കിൽ പുള്ളി സിവിൽ സർവീസ് എഴുതി IRS ഡെപ്യൂട്ടി കമ്മീഷൻ ഇൻകം ടാക്സ് ആയിട്ട് മംഗലാപുരത്ത് ജോലി ചെയ്യാം. അവര് അവരുടേതായ വഴികളിലൂടെ പോവാണ്. നമ്മളിപ്പോൾ അവരെ നിർബന്ധിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ല. അല്ല, പക്ഷെ അങ്ങനെ ഒരു ഉദ്ദേശം സാറിന് ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞു കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്. കാരണം രാഷ്ട്രീയത്തിലേക്ക് വരണമെങ്കിൽ എൻ്റെ പിന്തുണയൊന്നും ഇല്ലാതെ നിങ്ങൾ സ്വയം വരണമെങ്കിൽ വന്നോളൂ. അങ്ങനെ ഒരു പിന്തുണ അത് അവർ ചെയ്യേണ്ട കാര്യം, നമ്മളെ നിർബന്ധിക്കേണ്ട കാര്യമല്ല. നമ്മളാരെയും അങ്ങനെ നിർബന്ധിച്ചു കൊണ്ടുവരേണ്ട കാര്യമല്ലല്ലോ. പ്രത്യേകിച്ച് നമ്മുടെ മക്കളാകുമ്പം നമ്മളങ്ങനെ നിർബന്ധിക്കാൻ പാടില്ല. അവർ വരണമെങ്കിൽ അവർ വന്നോട്ടെ. പക്ഷെ അവർ വരികയാണെങ്കിൽ അവർക്ക് ഇത്തരം പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വരും. പക്ഷെ ഇപ്പൊ അവർ സ്വസ്ഥമായിട്ട് അവരുടെ ജോലി ചെയ്ത് ജീവിക്കുകയാണ്. അല്ല, ഒരുപക്ഷെ അതൊരു കോൺഷ്യസ്നെസ് ആയിരുന്നോ? ഇപ്പോൾ ഈ മക്കൾ വാഴ്ച തുടരുന്നു എന്ന് പറയുന്ന പരാതികൾ കേൾക്കുമ്പോൾ നമ്മൾ അങ്ങനെ ആവണ്ടെന്ന് വിചാരിച്ച് സാർ കോൺഷ്യസ് ആയിട്ട് എടുത്തൊരു തീരുമാനമാണോ? അല്ലല്ല, അങ്ങനെയൊന്നുമല്ല. അവരുടെ തീരുമാനമാണ്. അവരെന്താവണമെന്ന് അവരാ തീരുമാനിച്ചത്, നമ്മളായിട്ട് തീരുമാനിച്ചൊന്നുമല്ല. അവരെ പഠിപ്പിച്ചു, അന്നേരം അവരവരുടെ വഴികളിലൂടെ സഞ്ചരിക്കുന്നു. അതേപോലെ തന്നെ മകൻ റമിത്ത് ഇടയ്ക്ക് പറഞ്ഞു അത്രേ, ഒരിക്കൽ തിരിച്ചു വരുമ്പോൾ അച്ഛൻ ഇടയ്ക്കൊക്കെ ആണല്ലോ വരുന്നത്, അപ്പൊ വന്നപ്പോ ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന് ചോദിച്ചു. ക്ലാസ്സിൽ പഠിച്ചോണ്ടിരുന്നപ്പോ ഒരുപാട് നാൾ കൂടിയിട്ട് അന്ന് വന്നേ. ഇവിടെ ഇലക്ഷൻ എന്തോ ആയിരുന്നു തോന്നുന്നു. ഈ തമാശക്ക് അപ്പുറത്തേക്ക് അത് ഫീൽ ചെയ്തോ? ഫീൽ ചെയ്തില്ല അല്ലേ? ഇല്ല, അതങ്ങനെ തന്നെ എടുത്തു. അത് ഈ ചില സന്ദർഭങ്ങളിലൊക്കെ നമ്മൾക്ക് അങ്ങനെ തോന്നില്ലേ? ഈ കുടുംബത്തോടൊപ്പം കുറച്ചുകൂടെ ടൈം കഴിയില്ല, പക്ഷെ അങ്ങനെ വിചാരിക്കും. അല്ല, തീർച്ചയായിട്ടും അത് അവരുടെ അവകാശമാണ്. പലപ്പോഴും നമുക്ക് അവകാശം അംഗീകരിച്ചു കൊടുക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. അത് നമ്മൾ പ്രവർത്തിക്കുന്ന മേഖല അങ്ങനെയുള്ളതാണ്. 24/7 ആണ്. ഇപ്പൊ രാത്രി വന്ന ഒരാൾ എന്നെ മുട്ടി വിളിച്ചാൽ ഞാൻ എഴുന്നേക്കാൻ ബാധ്യസ്ഥനാണ്. ഇവിടെ ചിലപ്പോൾ പോകേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും തിരക്കുള്ള ജീവിതമായിരിക്കുമല്ലോ. അത് ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും, സ്വാഭാവികമാണത്. അതേപോലെ തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് പലരുടെയും പരാതി കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സെൻറ്റിമെൻറ്റ്സ് തോന്നും. പക്ഷേ എന്തെങ്കിലും സാങ്കേതിക തടസ്സങ്ങൾ അതിനകത്ത് ഉണ്ടാവും, പരിഹരിക്കാൻ പറ്റാത്തതുണ്ടാവാം. ആ സമയത്തൊക്കെ സഹായിക്കാൻ നമ്മുടെ മനസ്സ് ആഗ്രഹിക്കുമെങ്കിലും സഹായിക്കാൻ പറ്റില്ല. അത്തരം സ്റ്റേജസിൽ ഒരു വിഷമം ഉണ്ടാവും, ഒരു ദുഃഖം ഉണ്ടാവും. തീർച്ചയായിട്ടും ഉണ്ടാവും. അതാണ് ഞാൻ പറഞ്ഞത്. ഒരാളുടെ പ്രയാസം എന്ന് പറഞ്ഞാൽ എനിക്കത് സഹായിക്കാനുള്ള താല്പര്യം ഉണ്ടാവും എപ്പോഴും. നടന്നില്ലെങ്കിൽ അവസാനം വരെ ഞാൻ ട്രൈ ചെയ്യാറുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ. കുറേയൊക്കെ നടക്കും, കുറേയൊക്കെ നടക്കത്തില്ല. ഇപ്പം ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം ചിലപ്പോൾ ചിലരുടെ കാര്യം നടന്നൊന്നും വരില്ല. പക്ഷെ നമ്മൾ ട്രൈ ചെയ്യും, പരമാവധി നമ്മൾ ശ്രമിക്കും സഹായിക്കാൻ വേണ്ടി. അവസാനം വരെ നമ്മൾ ശ്രമിക്കാറുണ്ട്. ചില കാര്യങ്ങൾ നടക്കുകയും ചെയ്യും അങ്ങനെ വരുമ്പോൾ. അപ്പം അതൊക്കെ നമ്മുടെ കടമയാണ്, ഉത്തരവാദിത്വമാണ്. നമ്മളെ തിരഞ്ഞെടുക്കുന്ന ജനങ്ങൾ അവർക്ക് പ്രതീക്ഷയോടെ നമ്മളെ കാണുമ്പം ഞാൻ അതിനകത്തൊന്നും വലിയ രാഷ്ട്രീയം, മണ്ഡലത്തിൽ അങ്ങനെ വലിയ രാഷ്ട്രീയമൊന്നും നോക്കാറില്ല. ആര് വന്നാലും എന്നെ കൊണ്ട് കഴിയാവുന്ന സഹായം, മണ്ഡലത്തിൽ മാത്രമല്ല എവിടെയാണെങ്കിലും നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന സഹായങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കും. ഈ പരാതികളൊക്കെ കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ സങ്കടം കേൾക്കുമ്പോഴോ ഒക്കെ ഒരു പ്രൊഫഷണൽ അപ്രോച്ച് നമുക്ക് എടുക്കാം. അത് കേൾക്കുക എന്ന് പറയുന്നത് മനസ്സിൽ കൊള്ളാതെ കേൾക്കാം, പ്രശ്നം മനസ്സിലാക്കാവുന്നതാണ്. പക്ഷെ ചിലതൊക്കെ മനസ്സിൽ വന്ന് ഭാരമായിട്ട് അനുഭവപ്പെടില്ലേ? അപ്പോൾ ആ സ്ട്രെസ്സിനെ എങ്ങനെയാണ് മാനേജ് ചെയ്യുക? അല്ല, അത് നമുക്കറിയാമല്ലോ. നമ്മൾ ഇടപെടുന്നത് അങ്ങനെയുള്ളൊരു മേഖലയായതുകൊണ്ട് അതിനകത്ത് സ്ട്രെസ് ഉണ്ടാകും. അത് അവരുടേതായ
ആ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്വയം നമ്മൾ ശ്രമിക്കാറുണ്ട്. അത് നമ്മൾ സ്വയം അത് അഡ്ജസ്റ്റ് ചെയ്യപ്പെടും. ഇത്രയും വർഷത്തെ ഒരു പരിചയം കൊണ്ട്, ഇത്രയും വർഷത്തെ ഞാൻ MLA ആവുന്ന 82-ലാണ്. ഇപ്പം 82 മുതൽ ഇങ്ങോട്ട് എടുത്താൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും പദവിയിലുണ്ടാവും. അപ്പം അതുകൊണ്ട് അത്തരം സ്ട്രെസ്സുകൾ സ്വയം മാനേജ് ചെയ്യപ്പെടും എന്നുള്ളതാണ് സത്യം. 70 തുടങ്ങി 82 ഒരു പൊസിഷനിലെത്തുന്നു, 85 MLA ആകുന്നു. അത് കഴിഞ്ഞിട്ട് 28-ാം വയസ്സിൽ തന്നെ ഇത്തരത്തിലുള്ളൊരു മന്ത്രിയൊക്കെ ആയി മാറിക്കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ നമ്മൾ തിരയാൻ ശ്രമിക്കുന്നുണ്ട്. ഈ പേര് മനസ്സിലുണ്ടോ? എനിക്ക് പൊളിറ്റിക്സ് ഒന്നും അറിയില്ല. ആഗ്രഹം ചോദിച്ചത് ഒരു ലേമാൻ പോലെ ആരായിരിക്കും അടുത്ത നമ്മുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി? അത് ജനങ്ങളല്ലേ തന്നെ. അല്ല, നമ്മൾ ഫോക്കസ് ചെയ്യുള്ളൂ. ഇപ്പം നമ്മൾ കേന്ദ്രത്തിൽ ഒരു ബിഗ് ലീഡറെ വെക്കും പോലെ ഇവിടെ നമ്മൾ അതിനെ സബ്സിക്വൻ്റ് ആയിട്ട് പിണറായി സഖാവിനെ വെക്കും പോലെ, അങ്ങനെ വെക്കുന്ന പോലെ ഈ പ്രാവശ്യം നമ്മൾ കോൺഗ്രസിൽ വെക്കാൻ പോകുന്നത് ആരെയായിരിക്കും എന്നുള്ളതിന് അത് ഇതുവരെ പാർട്ടി അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. സാധാരണഗതി കോൺഗ്രസ് അങ്ങനെ ആരെയും പ്രൊജക്റ്റ് ചെയ്യാറില്ല. ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷമാണ് തീരുമാനിക്കുന്നത്. അപ്പം നമ്മളിപ്പം ഇന്നതാവണം എന്നുള്ള അടിസ്ഥാനത്തിലല്ലോ പ്രവർത്തിക്കുന്നത്. നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. അപ്പം അതിനിടെ നമുക്ക് സ്ഥാനം കിട്ടിയെന്ന് വരും, കിട്ടിയില്ലെന്ന് വരും. അതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. ഈ അഹമ്മദാബാദ് സമ്മേളനം കഴിഞ്ഞ ശേഷം പല പുതിയ ചേഞ്ചസ് പോലെ, ചില ചേഞ്ചസ് വേണമെന്ന് ആഗ്രഹിച്ചിട്ട് തന്നെ സംസാരിക്കുന്നത് പോലെ നമുക്ക് തോന്നിയിട്ടുണ്ട്. കോൺഗ്രസ് കുറച്ചുകൂടെ ഉയരാൻ സാധ്യതയുണ്ട്. വിശാലമായിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ടെന്ന് തന്നെ മനസ്സിലാക്കുന്നു. എല്ലാ കാലഘട്ടത്തിലും രാഷ്ട്രീയ പാർട്ടികൾ അങ്ങനെ വരാറുണ്ട്. പക്ഷേ സമ്മേളനങ്ങൾ നടക്കുമ്പോഴാണ് അത് ശരിക്കും അതൊരു രൂപരേഖയായിട്ട് മാറുന്നത്. ആ സമ്മേളനത്തിൻ്റെ പ്രതീക്ഷ എന്താണ് ശരി? നമ്മളിപ്പോൾ ഈ 2025 എന്ന് പറഞ്ഞാൽ സംഘടനയെ വാർത്തെടുക്കുക. ഇപ്പോൾ വലിയ ഇലക്ഷൻ ഒന്നുമില്ല. അപ്പോൾ ഈ വർഷത്തിൻ്റെ ഒരു പ്രത്യേകത വലിയ തെരഞ്ഞെടുപ്പില്ലാത്ത സമയമാണ്. അപ്പോൾ ഇപ്പോഴാണ് സംഘടനയെ കെട്ടിപ്പടുക്കുക. സംഘടന കൂടുതൽ ജില്ലാതലങ്ങളിൽ ഡിസ്ട്രിക്ട് ലെവലിൽ ഡിസ്ട്രിക്ട് കമ്മിറ്റികൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക, DCC പ്രസിഡന്റുമാർക്ക് കൂടുതൽ അധികാരം കൊടുക്കുക. അങ്ങനെ പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള നടപടികൾക്കാണ് ഇപ്പം AICC സമ്മേളനം രൂപം കൊടുത്തത്. നല്ലൊരു കാര്യമാണ്. ഈ AICC ജില്ലയിൽ ഇടപെടുന്നു എന്നുള്ളതാണ് ഇതിനകത്തൊരു മാറ്റമെന്ന്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികൾക്കും അതിൻ്റെ പ്രസിഡന്റുമാർക്കും കൂടുതൽ അധികാരം കൊടുക്കുക. പാർട്ടി ടിക്കറ്റ് അസംബ്ലി പാർലമെന്റ് കൊടുക്കുമ്പോൾ അവരുടെ അഭിപ്രായം തേടുക, അവരുടെ സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയിലേക്ക് വിളിപ്പിക്കുക. ആദ്യത്തെ സംഭവമാണ്. അപ്പം അധികാരം കൂടുതൽ താഴെ തലങ്ങളിലേക്ക് കൊടുക്കുന്ന ഒരു പ്രക്രിയ കോൺഗ്രസ് സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നു. അത് ഗ്രാസ് റൂട്ട് ലെവലിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തും. അതാണ് ഉദ്ദേശിക്കുന്നത്. ഗുജറാത്തിൽ തന്നെ അത് നടത്തുന്നതിന് പലതരത്തിലുള്ള കാരണങ്ങളുണ്ട്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ തന്നെ ഇപ്പോൾ EDയുടെ കേസ് പറയുമ്പോൾ ED മറ്റൊരു കേസിൽ ഇടപെടുമ്പോൾ നമുക്ക് തോന്നുന്നത് എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ടും ED ഇടപെടുന്നതായിട്ട് തോന്നുന്നു. ഇല്ലെങ്കിൽ ആ സിനിമയിൽ അത്തരം ഒരു വിമർശനം ഉന്നയിക്കുമ്പോൾ അതേ രീതിയിൽ തന്നെ പിന്നീട് സംഭവിക്കുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുക. ഈ സമയത്തൊക്കെ ഇത്തരത്തിലുള്ള നാഷണൽ ഏജൻസീസൊക്കെ ഇങ്ങനെ ഉപയോഗിക്കുന്നതിനായിട്ട് കോൺഗ്രസ് തന്നെ നിലപാട് എടുത്തിട്ടുണ്ട്. അപ്പം കേരളത്തിൽ ശരിക്കും ഈ സിനിമ ഇറങ്ങുന്ന സമയത്ത് ഗുജറാത്ത് കലാപമാണ് അതിനകത്ത് ചിത്രീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അത് സെൻസർ ചെയ്യണം. അത് സ്വയം സെൻസറിലേക്ക് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് പോയത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു ഡ്രോബാക്ക് ആയിട്ടാണ് മനസ്സിലാക്കുന്നത്. സിനിമയോടൊക്കെ താല്പര്യമുള്ളതുകൊണ്ട് ചോദിക്കുന്നത് അത്തരം കാര്യങ്ങളിൽ എന്താണ് ശരിക്കുള്ള? എബ്രാഹിം സിനിമ ഞാൻ കണ്ടു. ഈ കട്ട് ചെയ്തതിന് മുമ്പാണ് കാണുന്നത്. വാസ്തവത്തിൽ അത് വലിയ കട്ട് ചെയ്യേണ്ടതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. നല്ലൊരു സിനിമയാണ്. തന്നെ ഒരു ഹോളിവുഡ് ടൈപ്പിലാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ലൂസിഫർ ഞാൻ കണ്ടതാണ്. ലൂസിഫറിൻ്റെ 2ാം ഭാഗമാണ്. അപ്പോൾ അതിനകത്ത് ഇതൊന്നും വെട്ടിക്കളയേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതേതോ ആവശ്യമില്ലാത്ത ഒരു കാര്യമായി പോയെന്നാണ്. ഗുജറാത്ത് കലാപമൊക്കെ നടന്നതാണ്, ഗോദ്ര കലാപം നടന്നതാണ്. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ അത് ചരിത്ര സത്യങ്ങളെ അഭ്രപാളിയിലേക്ക് കൊണ്ടുവരുന്നതിന് നമ്മൾ എതിർക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ അത് പിന്നീട് എതിർക്കുകയും ചില ഭാഗങ്ങൾ വെട്ടിത്തിരുത്തുകയും ചെയ്തത് ശരിയായില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ്. അത് തന്നെയാണ് 52 വെട്ടുവെട്ടി കൊലപ്പെടുത്തിയ ചന്ദ്രശേഖരൻ്റെ സിനിമ വന്നപ്പോഴും കേരളത്തിൽ ആ സിനിമ കാണിക്കാതിരുന്നു. പലയിടത്തും അതിന് പ്രതിഷേധം ഉയർന്നു. അപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യം എല്ലായിടത്തും അംഗീകരിക്കപ്പെടേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ അത് ആ സിനിമയിൽ ഇതൊക്കെ വെട്ടിമാറ്റി അതിൻ്റെ പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചത് ഒരിക്കലും ശരിയല്ല. അത് കഴിഞ്ഞാണ് ED അവരുടെയൊക്കെ അന്വേഷിക്കാൻ തീരുമാനം. അത് എൻ്റെ സമയം അതാണ് ആയതുകൊണ്ടാണ് അങ്ങനെയാണ് ആളുകൾ തെറ്റിദ്ധരിക്കുന്നത്. ശരിയായി ധരിക്കുന്നോ തെറ്റിദ്ധരിക്കുന്നോ ഏതായാലും ED CBI തുടങ്ങിയിട്ടുള്ള സ്ഥാപനങ്ങളെ ദുരുപയോഗപ്പെടുത്തുന്നത് ശരിയല്ല. രാഷ്ട്രീയ എതിരാളികളെ
ഭരിക്കുന്ന പാർട്ടിയുടെ എതിർപ്പുള്ള രാഷ്ട്രീയ പാർട്ടികളെ എന്ന നേതാക്കളെ അതുപയോഗിച്ച് ഭയപ്പെടുത്തുകയും വരുതിക്കൊണ്ടുവരികയും ചെയ്യുന്ന നടപടി കഴിഞ്ഞ കുറേ കാലമായി ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ശരിയല്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്ക്. ഈ സിനിമയുടെ ഒരു സോഫ്റ്റ്വെയർ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ സിനിമ നിരന്തരമായി കാണുകയും സാഹിത്യ അത്യാവശ്യം വായിക്കുകയൊക്കെ ചെയ്യുന്ന ആളാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ സമയക്കുറവുണ്ടാവുമല്ലോ, അപ്പോഴും എങ്ങനെയാണ് വായനയെ കണ്ടിന്യൂ ചെയ്തത്? വായന ഞാൻ നിർബന്ധമായിട്ട് കണ്ടിന്യൂ, എല്ലാ നോവലുകളാണ് കൂടുതലും വായിക്കുന്നത്. അതിനൊരു പ്രത്യേക ടൈം കണ്ടെത്തി വെച്ചിട്ടുണ്ടോ? യാത്രക്കിടയിൽ മുഴുവൻ വായിക്കും, വൈകിട്ടും വായിക്കും. നോവലുകൾ എനിക്ക് വളരെ ഇഷ്ടമാണ്. ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഏറ്റവും നല്ലൊരു നോവലുണ്ട്, നമ്മുടെ അംബികാസുധൻ മങ്ങാടിൻ്റെ അലോഹലൻ. ഞാൻ വായിച്ച ഇപ്പോൾ അടുത്ത കാലത്ത് DC ഇറക്കിയ ഒരു പുസ്തകമാണ്. നോവലുകളിൽ ഏറ്റവും മനോഹരമായ ഒരു നോവലാണ്. എല്ലാവരും ഇത് വായിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്ഡേറ്റഡ് ആണ്. ഏറ്റവും ലേറ്റസ്റ്റ് DCയുടെ ചർച്ചയിൽ പുസ്തക ചർച്ചയുണ്ട്. ഞാനും അംബികാസുധൻ മങ്ങാടുമായിട്ടാണ് ആ പുസ്തകം ഇറങ്ങിയേ ഉള്ളൂ. 2 ദിവസത്തിനുള്ളിൽ കോഴിക്കോട് വെച്ച് അവരുടെ ഒരു ഇതുണ്ടായിരുന്നല്ലോ, ലിറ്റററി ഫെസ്റ്റിവലിൽ ഞങ്ങൾ തമ്മിലായിരുന്നു ആ ചർച്ച. അതിമനോഹരമായൊരു നോവലാണ്. 14-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു നാടുവാഴിയുടെ പേരാണ് അല്ലോഹലൻ. ഇവിടെ കേട്ടിട്ടൊന്നുമില്ല. ആ അല്ലോഹലൻ എന്ന് പറയുന്ന നാടുവാഴിയെ ചുറ്റിപ്പറ്റിയൊരു കഥയാണ്. അത് ഈ കാസർഗോഡിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടാണ്. അത് ജാതിക്കും മതത്തിനും എതിരായിട്ടുള്ള ഒരു പോരാട്ടമാണ് അതിൽ ചിത്രീകരിക്കുന്നത്. ഇന്നത്തെ സാമൂഹ്യ സാഹചര്യത്തിൽ അല്ലോഹലിന് വലിയ പ്രസക്തിയുണ്ട്. നോവലുകൾ മുഴുവൻ ഞാൻ വായിക്കും, പുതുതായിട്ട് ഇറങ്ങുന്നത്. ഈ വേറൊരു നോവൽ ഇപ്പം ഇറങ്ങി, സിനിലാലിൻ്റെ ഇരു എന്ന് പറയുന്നത്. സിനിലാലൊരു റെയിൽവേ ഉദ്യോഗസ്ഥനാണ്, നെടുമങ്ങാട്. ഇരു 50 വർഷം മുമ്പുള്ള ഈ വയനാടിൻ്റെ ചരിത്രം വെച്ചുകൊണ്ടുള്ള അതിമനോഹരമായ ആദിവാസികളുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി നല്ല മനോഹരമായൊരു നോവലാണ്. എല്ലാ നോവലുകളും വായിക്കാൻ ശ്രമിക്കാറുണ്ട്. ഭയങ്കര രസമുള്ള പരിപാടിയാണ്. സിനിമകൾ ഒരുമിച്ചാണോ കാണുന്നത്? ചിലപ്പോഴൊക്കെ. പക്ഷെ ഈ സിനിമ ഞങ്ങൾ രണ്ടായിട്ടാണ് കണ്ടേ. ആണല്ലേ? ഒരേ അഭിപ്രായമാണോ ഉള്ളത് ഇതിലൊക്കെ? അങ്ങനെയൊന്നുമില്ല. അല്ല, ഇഷ്ടപ്പെട്ട സിനിമകളൊക്കെ ഏതൊക്കെയാ ഈ അടുത്ത കാലത്ത് കണ്ടതിലൊക്കെ? ഞങ്ങൾ ഈ അടുത്ത ദിവസം ഇത് കണ്ടായിരുന്നു. പക്ഷെ ചേട്ടൻ വേറെ പോയി, ഞാനും മക്കളും കൂടെ വേറെ പോയായിരുന്നു. ഏതിനാ പോയത്? എമ്പുരാൻ. എമ്പുരാന് പോയി. അതിനു മുമ്പ് ഇല്ലെങ്കിൽ അതിന് ശേഷമൊക്കെ? അതിനു മുമ്പ് ഞാനും മക്കളും കൂടെ കൂടുതൽ പോവാറ്. ചേട്ടനെ അധികം കിട്ടും. ഏത് ടൈപ്പ് ഓഫ് പടങ്ങളാണ്? അങ്ങനെയില്ല, നല്ലതാന്ന് പറഞ്ഞത് പൊതു അഭിപ്രായം കേൾക്കുമ്പോൾ. അതെ അതെ. ഇപ്പൊ ഈ ജിംഖാനയൊക്കെ കേട്ടായിരുന്നു? ആലപ്പുഴ പോയില്ല, പോകാൻ വിചാരിച്ചിരിക്കുക, പോകാൻ വേണ്ടിട്ട് ആലോചിച്ചോണ്ടിരിക്കുക. ഈ യങ്സ്റ്റേഴ്സ് ആഘോഷിക്കുന്ന കുറെ പടങ്ങളുണ്ട്, ഈ ആവേശം പോലെയുള്ള പടങ്ങൾ. മക്കള് പറയൂല്ലോ നല്ലതാന്ന്, അപ്പൊ പിന്നെ അവരുടെ കൂടെ ഞങ്ങൾ പോവാറ്. പ്രേമലു, ആവേശം, അങ്ങനത്തെ സമയം ഉണ്ടെങ്കിൽ വരാറുണ്ട്. പ്രേമലു ഞാൻ കണ്ടു, ഫ്ലൈറ്റ് യാത്ര ചെയ്തപ്പോൾ. അങ്ങനെയുള്ള പടങ്ങൾ അത് ഇഷ്ടമാണോ? യങ്സ്റ്റേഴ്സിന്റെ വൈബ് അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ വേറെ ഒന്നുണ്ടായിരുന്നില്ല, ബോയ്സ്, മഞ്ഞുമ്മൽ ബോയ്സ്. അത് നല്ല പടമായിരുന്നു. അപ്പൊ അത്തരത്തിൽ കേൾക്കുന്ന പടങ്ങൾ പോയി കാണും. ആദ്യം ഫ്ലൈറ്റിൽ നിന്ന് കണ്ടതാണ്. അതുപോലെ മറ്റൊരു പടം കണ്ടു, നമ്മുടെ കൃഷ്ണകാന്ത. എനിക്ക് വലിയ ഫീൽ ചെയ്തൊരു പടം. ഭയങ്കരമായിട്ട് അപ്രീസിയേഷൻ കിട്ടിയ ഒരു സിനിമയാണ്. നല്ല സിനിമയാണ്, ഒരു വെറൈറ്റി സിനിമയാണ്. എന്റെ ഇമോഷൻസ് ഒക്കെ ഭയങ്കരമായിട്ട് നമ്മളെ കൂടെ ബാധിക്കും. അത് നമ്മളെ ആഴത്തിൽ ബാധിച്ച ഒരു സിനിമയാണ്. ഈ സിനിമ കണ്ടിട്ടൊക്കെ അഭിപ്രായം പറയൂ? കൂടെ ഇരിക്കുന്നവരോടോ സഹപ്രവർത്തകരോടോ ഒക്കെ അഭിപ്രായം പറയൂ ഇത്തരത്തില് ചർച്ചകൾ? ചിലപ്പോൾ വന്നാൽ പറയൂ. അത്ര പുസ്തകം എഴുതിയ ചിലപ്പോൾ ഞാൻ എഴുതാറുണ്ട്, പുസ്തകത്തെ പറ്റി, കവിതകളെ പറ്റിയൊക്കെ എഴുതാറുണ്ട്. ഞാൻ നമ്മുടെ പ്രഭാവർമ്മയുടെ ശ്യാമമാധവം നല്ലൊരു ഖണ്ഡകാവ്യമാണ്. അതേപ്പറ്റി ഞാൻ എഴുതിയിട്ട് കലാകൗമുദിയിലൊരു റൈറ്റപ്പ് എഴുതിയത് അതിനെപ്പറ്റി. ശ്യാമമാധവൻ കൃഷ്ണനെ പറ്റിയാണ്. കൃഷ്ണനെ വിമർശിച്ചുകൊണ്ടുകൊണ്ടത് അതിനകത്ത് നന്നായിട്ട്. ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ട കഥാപാത്രം കൂടെയാണല്ലോ കൃഷ്ണൻ. കൃഷ്ണനെ പറ്റി അതിമനോഹരമാണ്. യുദ്ധത്തിൽ നിൽക്കുന്ന കൃഷ്ണനെ നമുക്ക് പലപ്പോഴും താല്പര്യമില്ലാത്തൊരു കേസാണ്. ശ്യാമമാധവം പുള്ളി വേറൊരു രാഷ്ട്രീയമാണ്, എന്നാൽ പോലും അത് എനിക്ക് വളരെ അപ്രീഷിയേറ്റ് ചെയ്തു. അതിനെപ്പറ്റി ഞാൻ കലാകൗമുദിയിൽ എഴുതുകയൊക്കെ ചെയ്തു. പുള്ളി ഇടതുപക്ഷത്തോടൊപ്പം അതെ, അത് നല്ല നന്നായിട്ട് എഴുതുന്ന ആളാണ്. ഞങ്ങൾ ഒരു കോളേജിൽ ഒരുമിച്ച് പഠിച്ചതാണ്. ഞാൻ സീനിയർ ആയിരുന്നു, പുള്ളി എൻ്റെ ജൂനിയർ ആയിരുന്നു. ചങ്ങനാശ്ശേരി NSS കോളേജിലായിരുന്നു. ഞങ്ങൾ ഒരേ കാലത്ത് ബസ്സിൽ യാത്ര ചെയ്തിട്ടുണ്ട്. സ്റ്റുഡൻസ് ഓൺലി ബസ് ഉണ്ട്. ബേബി സഖാവായിട്ട് ഒരുമിച്ച് പഠിച്ചിട്ടില്ലേ? ഒരുമിച്ച് പഠിച്ച സീനിയർ ആയിരുന്നു അല്ലേ? ഞങ്ങൾ ഒരുമിച്ച് പാർലമെന്റിലുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. പുള്ളി രാജ്യസഭയിലും ഞാൻ ലോക്സഭയിലും. അടുത്ത സൗഹൃദമുണ്ട്.
അപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു പ്രധാനപ്പെട്ട തീരുമാനമെടുക്കേണ്ട ഒരു ഘട്ടത്തിലൂടെ ഇല്ലെങ്കിൽ വിജയിക്കേണ്ട ഒരു ഘട്ടത്തിലൂടെയാണ് പോകുന്നത്. ഒന്ന് ഇവിടുത്തെ രാഷ്ട്രീയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഒപ്പം ദേശീയ രാഷ്ട്രീയത്തിൽ എങ്ങനെയാണ് ഒരുമിച്ച് നിൽക്കേണ്ടത്. അപ്പം നമുക്ക് വളരെ അടുപ്പമുള്ള ഒരാളുകൂടെ വരുമ്പോൾ നമുക്ക് കുറേ കൂടെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാൻ, ഇപ്പം മുൻപിരുന്ന സീതാറാം യെച്ചൂരി തന്നെ പല കാര്യങ്ങളും ഡീൽ ചെയ്തിരുന്ന ഒരു സൗഹൃദങ്ങൾ കൂടെ വെച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത്. അത് എല്ലാ കാലത്തും വേണം, അത്തരം ഒരു സൗഹൃദവും കൂടെ വേണം. അപ്പോൾ കുറച്ചുകൂടെ പ്രതീക്ഷയോടെ നോക്കി കാണുന്നുണ്ടോ ഇപ്പോൾ? തീർച്ചയായിട്ടും സീതാറാം യെച്ചൂരിയായിട്ട് ഞാൻ വളരെ അടുപ്പമായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച്, അദ്ദേഹം DYFയുടെ പ്രസിഡന്റായിരുന്നു, ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായിരുന്നു. അപ്പം ഞങ്ങൾ പല അന്ന് ഡെലിഗേഷൻസ് പോകുമായിരുന്നു. ഞങ്ങളും അവരും ചേർന്നുള്ള സോവിയറ്റ് യൂണിയൻ്റെ ഇതിലൊക്കെയുള്ള ഡെലിഗേഷൻസ് പോകുമായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ചൈനയിൽ പോയിട്ടുണ്ട്, റഷ്യയിൽ പോയിട്ടുണ്ട്. നല്ല ബന്ധമായിരുന്നു. അവസാനം വരെ ആ ബന്ധം തുടർന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ചടങ്ങുകളൊക്കെ ഞാൻ പങ്കെടുത്തു. നല്ല ബന്ധമായിരുന്നു. തീർച്ചയായിട്ടും ബേബി വന്നത് നല്ലതാണ്. കുറേ കൂടി നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എളുപ്പമുണ്ട്. ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണി ആയിട്ടാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ അതിനെ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ട ആവശ്യകതയുണ്ട്. അതിന് ബേബിയുടെ നേതൃത്വം സഹായകമാകുമെന്നാണ് എൻ്റെ വിശ്വാസം. താങ്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റിലും ആശംസ പറയുന്ന ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. അത്തരം ഒരു സങ്കുചിതമായിട്ടുള്ള, പണ്ട് കണ്ടിരുന്ന വേറൊരു സങ്കുചിതത്വം ഉണ്ട്. പണ്ടും എല്ലാ റിലേഷൻസും ഇങ്ങനെ ഉണ്ടാവുമെങ്കിലും ഈ ഫേസ്ബുക്കിലൊക്കെ എഴുതുമ്പോഴത്തേക്ക് ഫേസ്ബുക്ക് ഇല്ലാത്തതുകൊണ്ട് അതെ പക്ഷെ തെറ്റിദ്ധരിക്കുമോ എന്നൊരു പേടിയുണ്ട്. അത് അങ്ങനെ അല്ലാതെ തന്നെ കാണാൻ പഠിച്ചു. അത് അത്തരം ബാരിയേഴ്സ് ഒന്നും ഇന്ന് രാഷ്ട്രീയത്തിൽ ഇല്ല. അതിന്റെ ആവശ്യമില്ല. അത് വളരെ ഒരു സങ്കീർണമായ ഒരു രാഷ്ട്രീയമാണ്. ഇപ്പം കേരളത്തിൽ നിന്ന് EMSന് ശേഷം ഒരു മലയാളി CPMന്റെ ജനറൽ സെക്രട്ടറി ആവുന്നതും അത് നമ്മുടെ അടുത്ത സുഹൃത്ത്. അപ്പോൾ നമ്മൾ അഭിനന്ദിക്കണ്ടേ? തീർച്ചയായിട്ടും. ബേബിയുടെ രാഷ്ട്രീയത്തോട് എനിക്ക് എതിർപ്പുണ്ട്, എൻ്റെ രാഷ്ട്രീയത്തോട് അദ്ദേഹത്തിന് എതിർപ്പ് കാണും. പക്ഷെ അത് നമ്മൾ അഭിനന്ദിക്കാൻ കണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ചെയ്തത്. ഈ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടെ ഉള്ളത്, ഈ VD സതീശൻ ഇടയ്ക്ക് പറഞ്ഞിരുന്നത് ഞങ്ങളാണ് ലെഫ്റ്റ് എന്ന് പറയുന്ന രീതിയിലൊരു സാധനം പറയും. ഈ ലെഫ്റ്റ് എന്ന് പറയുന്ന വാക്ക് പലപ്പോഴും നമ്മൾ അക്കാഡമിക്കലി ഡിസ്കസ് ചെയ്യാറുണ്ട്. ലെഫ്റ്റ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത്, ലെഫ്റ്റ് പൊസിഷൻ എന്താണെന്നുള്ളതും. അപ്പം ഇടത് പാർട്ടികൾ എന്ന് പറയുന്ന ഒരു സ്വഭാവമുണ്ട്, വലത് പാർട്ടികൾക്ക് മറ്റൊരു സ്വഭാവമുണ്ട്. ഈ കോൺഗ്രസ് പലതിനെയും കൂടെ ചേർത്ത് നിർത്തുന്ന ഒരു സ്വഭാവമാണുള്ളത്. അപ്പോൾ സാറിൻ്റെയൊക്കെ ഒരു വർത്തമാനത്തിൽ എല്ലാവരെയും കൂടെ ചേർത്ത് നിർത്തുന്നൊരു സ്വഭാവമാണുള്ളത്. ഈ സ്വഭാവം നമ്മൾ ആദ്യം മുതലേ ഇങ്ങനെ പഠിച്ചു വന്നതാണോ, അത് പരുവപ്പെട്ട് ഇങ്ങനെ വന്നതാണോ? അത് നമ്മൾ ആദ്യം മുതലേ പരുവപ്പെട്ട് വന്നതാണ്. നമ്മളൊരു വലിയ പ്രോസസ്സിലൂടെ കടന്നു വരുന്നവരല്ലേ. വിദ്യാർത്ഥി രംഗത്തൂടെ, യുവജന രംഗത്തൂടെ, പിന്നെ കോൺഗ്രസിലേക്ക് ഇങ്ങനെ കടന്നു വരുമ്പോൾ ഒത്തിരി അനുഭവങ്ങളുടെ തീച്ചൂളകളിലൂടെയാണ് നമ്മൾ വരുന്നത്. അനുഭവങ്ങളിലൂടെയാണല്ലോ നമ്മൾ പഠിക്കുന്നത്. അനുഭവമാണല്ലോ ഏറ്റവും വലിയ ഗുരു. അങ്ങനെ നമ്മൾ വരുന്നതാണ്. ഈ ലെഫ്റ്റ് എന്ന് പറയുന്ന കോൺഗ്രസ് എപ്പോഴും, പ്രത്യേകിച്ച് കേരളത്തിലെ കോൺഗ്രസ് എപ്പോഴും ഒരു സെൻട്രൽ ടു ദ ലെഫ്റ്റാണ് എപ്പോഴും. ഇന്ത്യയിലെ കോൺഗ്രസിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിലെ കോൺഗ്രസ് എപ്പോഴും ഒരു പുരോഗമന സ്വഭാവത്തോടു കൂടി തന്നെയാണ് എപ്പോഴും നിൽക്കാറുള്ളത്. ഇന്ത്യയിലെ കോൺഗ്രസും അത് തന്നെയാണ്, അല്ലെന്ന് ഞാൻ പറയുന്നില്ല. കാരണം നെഹ്റുവിൻ്റെ നേതൃത്വം ആണ് ഇന്ത്യയിൽ ജനാധിപത്യ മതേതര ത്തിന് അടിത്തറയിട്ടത്. നെഹ്റു വലിയൊരു സോഷ്യലിസ്റ്റ് ആയിരുന്നല്ലോ. ഈവൻ മുസോളിനി കാണണമെന്ന് ആവശ്യപ്പെട്ടിട്ട് പോലും കാണാൻ കൂട്ടാക്കാത്ത വ്യക്തിയാണ്. അദ്ദേഹത്തിന് യൂറോപ്യൻ പര്യടന വേളയിലായിരുന്നു. തന്നെയുമല്ല, ഇന്ത്യയിൽ ജനാധിപത്യം, പാർലമെന്ററി ജനാധിപത്യം, മതേതരത്വം, ഇതെല്ലാം ഉറപ്പിച്ചു നിർത്തുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് വലിയ പങ്കുണ്ട്. അദ്ദേഹം സ്വയം തൻ്റെ ഗവൺമെന്റിനെതിരായി വേറെ പേരിൽ വിമർശിക്കുമായിരുന്നാണ് പറയുന്നത്. അപ്പം ഇന്ന് വിമർശനങ്ങളെ ഭരണാധികാരികൾക്ക് ഭയമാണ്. ഭരണാധികാരികൾ വിമർശിക്കുന്നവരെ കൽത്തുറുങ്ക് അടയ്ക്കുന്ന കാലമാണ്. സ്വന്തം ഗവൺമെന്റിനെതിരായി വേറൊരു പേരിൽ വിമർശനപരമായ ലേഖനങ്ങൾ എഴുതിക്കൊണ്ടിരുന്ന ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് നെഹ്റു. തനിക്കെതിരെ കാർട്ടൂൺ വരയ്ക്കുന്നവരെ വീട്ടിൽ വിളിച്ച് കാർട്ടൂണിസ്റ്റ് അങ്ങളെ വീട്ടിൽ വിളിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കും. ഇന്ന് കാർട്ടൂൺ വരയ്ക്കുന്നതിന് ജയിലിടുന്ന കാലമാണ്. അതാണ് വ്യത്യാസം. അപ്പം ഇന്ത്യയിലെ ഏറ്റവും പുരോഗമനപരമായ കാഴ്ചപ്പാടുണ്ടായിരുന്ന നേതാവാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. ലോകത്തിന് മുമ്പിൽ ഇന്ത്യയെ ഒരു വലിയ പുരോഗമന രാജ്യമായി മാറ്റാനുള്ള ശ്രമം നടത്തിയ അദ്ദേഹം. പാർലമെന്റിന് പ്രാധാന്യം, പത്രങ്ങൾക്ക് പ്രാധാന്യം, ജുഡീഷ്യറി ഇൻഡിപെൻഡൻസ്, അങ്ങനെ എല്ലാത്തിനും ഒരു മാതൃക രാജ്യമായി ഇന്ത്യയെ മാറ്റാനാണ് അദ്ദേഹം ശ്രമിച്ചത്. അപ്പോൾ അദ്ദേഹം ഒരു വ്യത്യസ്തമായിരുന്നു, ഒരു ദൈവവിശ്വാസിയൊന്നും ആയിരുന്നില്ല. സോമനാഥ ക്ഷേത്രം ഉദ്ഘാടനത്തിന് ഇന്ത്യൻ പ്രസിഡന്റ് പോകുമ്പോൾ അദ്ദേഹം അതിനെതിരായിരുന്നു. അത് ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യേണ്ടത് ഇന്ത്യൻ പ്രസിഡന്റ് അല്ല എന്നായിരുന്നു നെഹ്റുവിൻ്റെ അഭിപ്രായം. അപ്പോൾ ഒരു തികഞ്ഞ പുരോഗമനവാദിയായിരുന്നു അദ്ദേഹം. അദ്ദേഹം കാട്ടിയ വഴികളിലൂടെ പോയതുകൊണ്ടാണ് ഇന്ത്യയിൽ
ഇപ്പോഴും ജനാധിപത്യവും മതേതരത്വവും പാർലമെന്ററി സംവിധാനവും നിലനിൽക്കുന്നത്. നമ്മൾ പാകിസ്ഥാൻ്റെ അവസ്ഥ കണ്ടില്ലേ? എന്താ പാകിസ്ഥാൻ? കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് റാവൽപിണ്ടി എന്ന് വിളിച്ചു, പത്രക്കാരനാണ്. 4 മണിക്കൂർ കറണ്ടില്ല, വെള്ളമില്ല, കഴിക്കാൻ ഭക്ഷണമില്ല. ഇത്രയും ദുരിതം അനുഭവിക്കുന്ന ഒരു ജനതയെ പറ്റിയാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. എനിക്കത് കേട്ടപ്പോൾ വലിയ സങ്കടം തോന്നി. അപ്പോൾ ഇന്ത്യ അങ്ങനെ അല്ലാതായി മാറിയത് ദീർഘകാലം രാജ്യം ഭരിച്ച കോൺഗ്രസിൻ്റെ ഒരു നേട്ടമാണ്. അതിനിപ്പോൾ ആരും അംഗീകരിക്കുന്നുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല, പക്ഷെ അതാണ് എൻ്റെ സത്യം. മാത്രമല്ല കേരളത്തിലെ കോൺഗ്രസും തികഞ്ഞ പുരോഗമന സ്വഭാവത്തോടെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. പക്ഷെ ഇന്ന് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ആ പുരോഗമന സ്വഭാവത്തെ നഷ്ടപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ പരാതി. ഇന്ന് നവലിബറൽ സമീപനങ്ങളാണ് കൂടുതൽ ഇവർ കൈക്കൊള്ളുന്നത്. ഞങ്ങൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ വേണമെന്ന് പറഞ്ഞപ്പോൾ അതിനെ എതിർത്തു. 15 വർഷം കഴിഞ്ഞ് ഇപ്പം കൊണ്ടുവന്നിരിക്കുക ബില്ല്. അപ്പോൾ ഇവരെപ്പോഴും ഇങ്ങനെയാണ്. ട്രാക്ടർ വന്നപ്പോൾ അതിനെ എതിർത്തു, ഇപ്പോൾ ട്രാക്ടറിൻ്റെ ആളുകളായി. കമ്പ്യൂട്ടർ വന്നപ്പോൾ എതിർത്ത്, ഇപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ ആളുകളായി. പക്ഷേ നമുക്ക് നഷ്ടപ്പെട്ടത് 10-20 വർഷമാണ്. അന്ന് ആ യൂണിവേഴ്സിറ്റികൾ കേരളത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ കേരളത്തിലെ കുട്ടികൾ വെളിയിൽ പോയി പഠിക്കേണ്ട അവസരം ഉണ്ടാകുമായിരുന്നില്ല. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അത്തരം ഒരു ചിന്ത അവർക്ക് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇൻവെസ്റ്റ്മെന്റ്, ഉമ്മൻചാണ്ടി ലാവോസിൽ ലോക സാമ്പത്തിക ഉച്ചകോടിയിൽ പോയപ്പോൾ അതിനെ എതിർത്തവരാണിവർ. ഇത്തവണ രാജീവ് പോയില്ലേ? രാജീവ് ലോക ഉച്ചകോടിയിൽ പോയി. ആ ലോക ഉച്ചകോടിക്കെതിരെ ബേബിയും സീതാറാം യെച്ചൂരിയും എല്ലാം കൂടെ പാരലൽ ഉച്ചകോടി ബോംബെ നടത്താൻ ശ്രമിച്ചവരാണ്. അപ്പം ഇവരുടെ കാഴ്ചപ്പാടുകളിലൊന്നും മാറ്റം ഉണ്ടാകുന്നില്ല. അതാണ് പ്രശ്നം. അതാണ് ഞങ്ങൾ പറയുന്നത്, ഇവരിപ്പോൾ ലെഫ്റ്റ് അല്ല, ഇവർ നേരെ റൈറ്റിസ്റ്റായി മാറിക്കൊണ്ടിരിക്കുന്നു. ഈ കാർട്ടൂണിനെ കുറിച്ച് പറയുമ്പോൾ കൗതുകമുള്ളൊരു വസ്തുത എന്താ വെച്ചാൽ, നമ്മുടെ ഐഡന്റിറ്റി എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് കാർട്ടൂണിസ്റ്റുകൾ, സാറിൻ്റെ മൂക്ക് കാണുമ്പോൾ തന്നെ ഉമ്മൻചാണ്ടി സാറിൻ്റെ മൂക്ക് ഇങ്ങനെ ഒരു വളഞ്ഞ് ഒരു ഇത് കാണിക്കും. സാറിൻ്റെ മൂക്കിനും ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അപ്പം ഈ മൂക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് ആരാണെന്നുള്ളത് മനസ്സിലായി. അത് കാണുമ്പോൾ ഒരു കൗതുകവും ഒരു സന്തോഷവും ഇല്ലേ? തീർച്ചയായിട്ടും നമ്മളെ വിമർശിക്കുന്ന തരത്തിൽ ഒത്തിരി എഴുതാറുണ്ട്. എനിക്ക് അതിനകത്ത് എതിർപ്പൊന്നുമില്ല. കാർട്ടൂണിസ്റ്റ് യേശുദാസ് എൻ്റെ അടുത്ത സുഹൃത്താണ്, ആയിരുന്നു. മാവേലിക്കരയാണ് വീട്, കറ്റാനം. അദ്ദേഹം ഇടയ്ക്ക് അസംബ്ലിയിലും പാർലമെന്റിലും വരും. ഞാൻ ചോദിച്ചു എന്തിനാണ് ഇങ്ങനെ വന്ന് ഇവിടെ ഇരിക്കുന്നത്? അപ്പോൾ അദ്ദേഹത്തിന് ഓരോ ലീഡേഴ്സിനെയും ഇപ്പോഴത്തെ അവരുടെ രൂപഭാവങ്ങൾ കാണാൻ വേണ്ടി വരുന്നതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർ രാജീവ് ഗാന്ധിയെ വരയ്ക്കാൻ, വാജ്പേയി വരയ്ക്കാൻ, ഇങ്ങനെ ഓരോ നേതാവിനെയും കാണാൻ വേണ്ടിയാണ് വരുന്നത്. ഇവിടെ അസംബ്ലി വരും അദ്ദേഹം. അപ്പം കാർട്ടൂണിസ്റ്റുകൾ നമ്മളെ ഈ പറഞ്ഞ ശരിയാണ്, ഏതെങ്കിലും ഒരു ഐഡന്റിറ്റി കണ്ടിട്ടാണ് അവർ എഴുതുന്നത്. ഈ കരുണാകരൻ സാറിന് വരയ്ക്കുമ്പം ഒരു 3 കുത്ത് ഇങ്ങനെ മീശയുടെ അവിടെ ഇടുമായിരുന്നു. അപ്പോൾ അത് ഭയങ്കര രസമുള്ള ഒരു പരിപാടിയാണ്. ഇത് വരച്ച് കാണുമ്പോൾ നമുക്ക് ഇത് വിമർശനമാണെങ്കിലും സത്യത്തിൽ നമ്മുടെ ഒരു പോപ്പുലാരിറ്റി ഉയർത്തുന്ന ഒരു പരിപാടിയാണ്. തീർച്ചയായിട്ടും അത് നല്ലൊരു കാര്യമാണ്. ജനങ്ങളുടെ മനസ്സിലേക്ക് നമ്മൾ പെട്ടെന്ന് വരച്ചിടുകയാണ് അവർ ചെയ്യുന്നത്. എളുപ്പത്തിൽ വരച്ചിടുക എന്ന് പറയുന്ന പരിപാടിയാണ്. കാർട്ടൂണിസ്റ്റുകളെ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഒരു കാർട്ടൂണ്, എൻ്റെ ഒരു കാർട്ടൂണിലെല്ലാം കൂടെ ചേർത്തൊരു പുസ്തകം ഒരാൾ ഇറക്കിയത്. ലീഡറെ പറ്റി ഇറക്കി, എന്നെ പറ്റി ഇറക്കി, അതൊക്കെ നമുക്ക് ഒരു കൊണ്ട് തരുമായിരുന്നു. ഇതിപ്പോൾ നമ്മൾ പോസിറ്റീവായിട്ട് കാണുന്നതാണ്. ഈ കാർട്ടൂണിലേക്ക് ഇങ്ങനെ വരയ്ക്കുന്ന സമയത്ത് ഒരു കാരിക്കേച്ചർ ടൈപ്പ് കാണുമ്പോൾ ചിലർക്കൊന്നും ഇഷ്ടപ്പെടില്ല. അയ്യോ ഇങ്ങനെയല്ലല്ലോ, ഭംഗിയായിട്ട് വരയ്ക്കണ്ടേന്ന് ചോദിക്കാം. പക്ഷെ കാർട്ടൂണൊക്കെ കാണുമ്പോൾ എന്താ തോന്നുക? എനിക്കിഷ്ടമാണ്. ഞാനെല്ലാം വെട്ടി ബുക്കിൽ ഒട്ടിച്ചു. അത് അടിപൊളി. വിൻഷി അലോഷ്യസ് അതുമായി ബന്ധപ്പെട്ട് സംഘടനകൾക്കൊരു പരാതി കൊടുത്തിരിക്കുക. കേരള പോലീസ് വിചാരിച്ചാൽ കേരളത്തിൽ ലഹരി മാഫിയയുടെ വേരറക്കാൻ കഴിയും. ഞാനങ്ങനെ അറുത്തിട്ടുണ്ട്. ജോലി ചെയ്താൽ പോലും ആളുകൾക്ക് ശമ്പളം കൊടുക്കാൻ കഴിയാത്ത അവസ്ഥ. ഇതെല്ലാം കൂടി കണക്കിലെടുത്തുകൊണ്ട് തുടർഭരണം ഒരു തെറ്റായിപ്പോയെന്ന് ജനങ്ങൾ എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ UDF തിരിച്ചു വരും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. English Cafe, we present you the perfect English. WhatsApp now 9633 888 575.